ഹായ്, ഞാൻ കുറച്ച് ദിവസമായി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഈ പാർലർ സറൗണ്ടിങ്സിനകത്തുള്ള എൻ്റെ കുട്ടി സഹോദരങ്ങളുടെ അഭിപ്രായത്തെ കൂടുതലായിട്ട് മാനിച്ചിട്ട് ഞാൻ ചിന്തിച്ചു ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് A to Z നിങ്ങൾക്ക് വേണ്ടി കൂടെ ഒന്ന് പറയാമെന്ന്. അപ്പോൾ ഞാനങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്നുള്ളതാണ് ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് നെയിൽ ആർട്ടാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സഹോദരിമാർ എന്ന് പറയുമ്പോൾ എന്തുവാ, യങ്സ്റ്റേഴ്സ്, കോളേജ് സ്റ്റുഡൻസ് ആയാലും കല്യാണ പെൺകുട്ടികളായാലും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നമ്മളെ തേടി പാർലറിൽ വരുമ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്നതും ഇത് തന്നെയാണ്, നെയിൽ ആർട്ട് ഉണ്ടോ ഇവിടെ, അങ്ങനെയുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു വർക്കിന് ഇപ്പോൾ ഉള്ള പ്രസക്തിയെ മാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്നായി പഠിച്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നെയിൽ ആർട്ട് എന്ന സബ്ജക്റ്റിനെയാണ് ഇന്നു മുതലുള്ള ഡിഫറെൻറ്റ് സീരീസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് നെയിൽ ആർട്ട് എന്ന ഈ ഫസ്റ്റ് സീരീസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നെയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആണ് അല്ലേ. ഈ ഒരു നെയിലിന് 3 പാർട്ടാണുള്ളത്. ഒന്ന്, നെയിലിൻ്റെ ഔട്ടറിലോട്ട് ഫ്ലഷ് കഴിഞ്ഞ് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, പിന്നെ ഫ്ലഷുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, പിന്നെ നമ്മുടെ ഈ നെയിലിൻ്റെ ഈ ഒരു ഫിംഗറിൻ്റെ ഫ്ലഷിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അതിനകത്തോട്ടുള്ളൊരു ഭാഗമുണ്ട് അല്ലേ. ഈ 3 ഭാഗം അല്ലാണ്ട് ഫ്ലഷിൽ നിന്നും വന്ന് നെയിലിൻ്റെ ബോഡിയിലോട്ടൊന്ന് കയറുമ്പോൾ ഈ ഫ്ലഷും നെയിലും കൂടെ ചേർന്നിരിക്കുന്ന ഭാഗത്തോട്ട് കയറുമ്പോൾ ഈ നെയിൽ പോളിഷ് ഇടാത്തവർക്ക് നോക്കിയാൽ അറിയാം ഒരു ചെറിയ വൈറ്റ് പാർട്ട് ഈ ഭാഗത്തുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 4 പാർട്ടുണ്ട്. ഒന്ന്, നെയിൽ പുറത്തോട്ട് വളർന്നു നിൽക്കുന്ന, ഫ്ലഷിൽ നിന്ന് വെളിയിലോട്ട് വളർന്നു നിൽക്കുന്ന പാർട്ടാണ്. 2, ആ ഫ്ലഷുമായിട്ട് ചേർന്നിരിക്കുന്ന പാർട്ടാണ്. 3ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലഷിനകത്തോട്ട് കയറിയിരിക്കുന്ന പാർട്ടാണ്. പിന്നെ 4ാമത്തെ ഒരു ചെറിയ പാർട്ട്, നമുക്കത് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഏരിയ നെയിൽ പോളിഷ് ഇടാത്തവർക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഈ നെയിലൊക്കെ നോക്കി അറിയാം, ചെറുതായിട്ടൊരു വൈറ്റ് പാർട്ട് ഉണ്ടാകും. അങ്ങനെ ഒരു 4 പാർട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കൃത്യമായിട്ട് നെയിലിന് എത്ര പാർട്ട് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ് അടുത്ത സീരീസിൽ, ഇന്നത്തെ സീരീസിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നെയിലിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്പുകളെ കുറിച്ചാണ്. നമ്മളിപ്പോൾ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ നെയിൽ ഷേപ്പുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സ്ക്വയർ ഷേപ്പിലിരുന്ന ആൽമണ്ട്, നാച്ചുറൽ, മൗണ്ടെയിൻ പീക്ക്, റൗണ്ട്, ഓവൽ, സ്ക്വയർ, ഫ്ലെയർ, കോഫീൻ, സ്ക്വയോവൽ, സ്റ്റിലേറ്റോ, എഡ്ജ്, ലിപ്സ്റ്റിക്ക്, ഇങ്ങനെ ഒട്ടനവധി ഷേപ്പാണ് നെയിലിൻ്റെ എൻഡിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ഇത്ര അധികം നെയിൽ ഷേപ്സ് ഒക്കെ കേട്ടപ്പോൾ ടെൻഷനായോ? ഒരു ടെൻഷനും വേണ്ട. ഓരോ സീരീസും പോകെ ഈ നെയിൽസിൻ്റെ ഷേപ്സ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഫെമിലിയർ ആകും, നന്നായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അടുത്ത സീരീസുമായിട്ട് വേണ്ടി കാണാം. ഇന്നത്തെ സീരീസിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷേപ്പ് സ്യൂട്ടബിൾ ഫോർ അവർ ഹാൻഡ്സ് എന്നുള്ളതാണ്. അതിൽ തന്നെ നമ്മുടെ ഷോർട്ട് ഫിംഗേഴ്സ് ആണ്, എന്നാൽ ലോങ് പാം ആണെങ്കിൽ ഓവൽ ഷേപ്പിനുള്ള ഷേപ്പായിരിക്കും നമ്മൾ നെയിൽ ആർട്ടിൽ ചെയ്തു വിടേണ്ടത്. അതായിരിക്കും ഏറ്റവും ഭംഗിയായിട്ടുണ്ടാവുക. അപ്പോൾ ഏതൊക്കെ ഷേപ്പ് ഹാൻഡ്സിന് ഏതൊക്കെ ഷേപ്പുള്ള നെയിൽസ് വേണമെന്ന് മനസ്സിലാക്കിയല്ലോ. അടുത്ത സീരീസുമായിട്ട് വീണ്ടും വരാമേ.